ഞാൻ ചെയ്തൊരു തെറ്റെന്ന് പറ, അതും അവിടുത്തെ നാട്ടുകാരും അവിടുത്തെ ആൾക്കാരും പറഞ്ഞതുകൊണ്ട് ഞാൻ ആ ടിക്കറ്റ് എടുത്തു, നറുക്കെടുത്തു. അത് മാത്രമേ ഞാൻ ചെയ്തിട്ട്. കാരണം ഞാൻ അത് തന്നെ പറയണേ, ഞാൻ വീഡിയോ ചെയ്യുന്ന ആളാണ്. ഇഞ്ചെ പേരിൽ പറഞ്ഞാൽ എപ്പോഴും വിവാദങ്ങളും കാര്യങ്ങളും എല്ലാം വരുന്നതാണ്. ഇഞ്ചെ കൊണ്ട് പറ്റൂല. അത് നിങ്ങൾ നമ്മുടെ നാട്ടിൽ വന്നാണ്, ഇവിടുത്തെ ഗസ്റ്റാണ്. അപ്പം നിങ്ങളല്ലാതെ ഫസ്റ്റ് പ്രൈസ് വേറെ ആരാ എടുക്കേണ്ടതെന്ന് ചോദിച്ചിട്ട് നിങ്ങൾ തന്നെ എടുക്കണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ആ നറുക്ക്. അത് ശരിയാണ്. നാട്ടുകാരെല്ലാവരും കൂടെ നിർബന്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞേട്ടൻ എടുത്തു പോകും. അതിപ്പോൾ നമ്മളാണേലും എടുത്തു പോകും. അങ്ങനെ എടുത്തതാണ്. അങ്ങനെ എടുക്കുന്ന സമയത്ത് അണ്ണൻ ഇങ്ങനെ താഴെ പോയിട്ട് ഇങ്ങനെ ടങ് 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 ഇങ്ങനെ തപ്പി എടുക്കേണ്ടി വന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ ദിവസം നമ്മൾ പാണ്ടിക്കാട് കുഞ്ഞൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പാണ്ടിക്കാട് കുഞ്ഞൻ മുന്നിട്ടിറങ്ങി ഒരു നറുക്കെടുപ്പ് നടത്തി. 1000 രൂപ, ചെറിയ തുച്ഛമായിട്ടുള്ള 1000 രൂപ വെച്ച് ഒരു കൂപ്പൺ എടുക്കുക. ആ കൂപ്പൺ അടിക്കുന്ന ആൾക്ക് ഒന്നാം സമ്മാനമായിട്ട് ഒരു 1 കോടി രൂപയുടെ ഒരു വീട് കൊടുക്കും. ഓക്കെ, രണ്ടാം സമ്മാനമായിട്ട് ഒരു ജീപ്പ് കൊടുക്കും, മൂന്നാം സമ്മാനമായിട്ട് ഒരു ബുള്ളറ്റ് കൊടുക്കും. അങ്ങനെ ഒരുപാട് സമ്മാനങ്ങൾ. ഈ ഒരു നറുക്കെടുപ്പ് നടത്തുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലീഗലായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഈ നറുക്കെടുപ്പ് നടത്തുന്നത് ഒരു ജീവകാരുണ്യ പ്രവർത്തനം. അതായത് നാസർക്ക എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇക്ക, ആ ഇക്കയ്ക്ക് ഭയങ്കര കടം കയറി നിൽക്കുകയാണ്. ഓക്കെ, കടം എല്ലാവർക്കും ഉണ്ട്, നാട്ടുകാർക്ക് എല്ലാവർക്കും ഉണ്ട് കടം. അപ്പോൾ അങ്ങനെ കടം കയറി നിൽക്കുന്ന സമയത്ത് ഇവരുടെ മനസ്സിലൊരു ബുദ്ധി ഉദിക്കുകയാണ്, നമ്മുടെ കയ്യിലുള്ള വീട് വിറ്റിട്ട് നമുക്ക് ഈ കടം അങ്ങോട്ട് തീർക്കാം. പക്ഷെ വീട് വിൽക്കാൻ നോക്കുന്ന സമയത്ത് അതിനവർ വിചാരിച്ച പൈസ കിട്ടുന്നില്ല. അപ്പോൾ ഇവരിങ്ങനെ ആലോചിച്ച് എന്ത് ചെയ്യാം, ഒരു നറുക്കെടുപ്പ് നിങ്ങൾ നടത്താം. 1000 രൂപ വിലയുള്ളൊരു കൂപ്പൺ കൊടുത്തിട്ട് നമുക്ക് നറുക്കെടുപ്പിലൂടെ ഈ വീട് അങ്ങോട്ട് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് രണ്ടാം സമ്മാനം, മൂന്നാം സമ്മാനം എന്ന് പറഞ്ഞ് കുറച്ച് വേറെയും സമ്മാനങ്ങൾ കൊടുക്കാം എന്നങ്ങനെ തീരുമാനിക്കുന്നു. അങ്ങനെ തീരുമാനമെടുത്ത് നമ്മുടെ കുഞ്ഞനും കുറേ യൂട്യൂബേഴ്സെല്ലാം വന്നിട്ട് ഈ ഒരു വീഡിയോ ചെയ്തു. പക്ഷേ ഈ വീഡിയോ ചെയ്ത വേറെ ആരും നറുക്കെടുപ്പിൻ്റെ അന്ന് വന്നിട്ടില്ല, കുഞ്ഞൻ മാത്രം വന്നു. അപ്പോൾ പാണ്ടിക്കാട് നിന്നും നമ്മുടെ കുഞ്ഞാൻ ഈ പറയുന്ന നറുക്കെടുപ്പിൻ്റെ സ്ഥലത്തേക്ക് ഈ മഴയത്ത് വന്നു. എന്നിട്ട് നറുക്കെടുത്തു. ഈ നറുക്കെടുത്തത് കുഞ്ഞാനാണ്. അതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ ഈ കുഞ്ഞാനിപ്പോൾ വന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നറുക്ക് അവിടുത്തെ നാട്ടുകാർ, അവിടെ കൂടി നിന്നവരെല്ലാവരും കൂടി നിർബന്ധിച്ചെടുപ്പിച്ചാണെന്ന്. അതായത് നമ്മളിപ്പോൾ ഒരു പ്രസ്ഥാനമായിട്ട് മുന്നോട്ട് വന്നു കഴിയുമ്പം, ഒരു പരിപാടിയായിട്ട് മുന്നോട്ട് വന്നു കഴിയുമ്പം, അതിൻ്റെ നറുക്കെടുപ്പ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പരിപാടികളെല്ലാം ചെയ്യുമ്പം നമ്മൾ തന്നെ പോയിട്ട് അയ്യോ ഒന്നാം സമ്മാനം എന്നും പറഞ്ഞിട്ട് എടുത്ത് കൊടുക്കുന്നത് ശരിയാണോ? അതിപ്പം ഇത്രയും ലോകവിവരവും കാര്യവിവരവും ഉള്ള കുഞ്ഞന് ഇതൊന്ന് ചിന്തിച്ചുകൂടെ? അതായത് നാളെ നാട്ടുകാരെല്ലാവരും കൂടി എന്നെ ഏറിക്കയറ്റും, അതുകൊണ്ട് ഞാനിത് എടുക്കുന്നത് ശരിയല്ല എന്ന് വിചാരിച്ചിട്ട് അന്നേരം തന്നെ ഒഴിവായി അവിടെ നിൽക്കുന്ന, അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ തൊട്ടപ്പുറത്തുള്ള ആരെങ്കിലും വിളിച്ച് വന്ന് എടുപ്പിച്ചാൽ മതിയായിരുന്നു. പക്ഷേ അന്നേരം അത് ചെയ്തില്ല. ഇപ്പോൾ അത് എടുത്തതോ നിങ്ങൾ നേരത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. അതായത് ഇങ്ങനെ കുനിഞ്ഞ് പോയി ഇങ്ങനെ എന്തോ തപ്പി എടുക്കുന്ന പോലെയാണ് പുള്ളി എടുക്കുന്നത്. അങ്ങനെ അതോടുകൂടി കുഞ്ഞൻ പാണ്ടിക്കാട് അങ്ങോട്ട് എയറിലായി. അപ്പോൾ ഇതെന്താണ് സംഭവം എന്നറിയാൻ വേണ്ടി പലരും നോക്കി അന്വേഷിച്ചു. അപ്പോൾ അങ്ങനെ 1-2 പേര് ഈ പറയുന്ന നാസർക്കേനെ അറിയുന്നതും ഈ ഫസ്റ്റ് പ്രൈസ് അടിച്ചില്ലേ, അതായത് ഷാഫി വയനാട് എന്ന് പറഞ്ഞിട്ട്, ഷാഫി കൊല്ലമല്ല, ഷാഫി വയനാട് എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാണ് ഫസ്റ്റ് പ്രൈസ് അടിച്ചത്. അപ്പോൾ ഈ ഷാഫി വയനാടിനെ അറിയുന്ന, അല്ലെങ്കിൽ ഈ ഷാഫി വയനാടിൻ്റെ വീടിൻ്റെ അടുത്തൊക്കെ ഉള്ളവർ ഇപ്പോൾ കുറേ പേര് വന്നിട്ട് വീഡിയോ ഇട്ടു. അതിൽ ഏറ്റവും വൈറലായിട്ടുള്ളൊരു വീഡിയോ എന്ന് പറയുന്നത് ഷാഫീനെ അറിയുന്ന ഒരാളുടെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. കുഞ്ഞാനെ, നറുക്കെടുപ്പൊക്കെ കഴിഞ്ഞ് നിങ്ങൾ പൈസ ഒക്കെ പോക്കറ്റിലാക്കി. ഓക്കെ, നിങ്ങൾ വിചാരിച്ചതിന് ആരും പ്രതികരിക്കൂലെന്ന്, പ്രതികരിക്കന്നെ ചെയ്യും. ഈ ഷാഫി അവിടെ അല്ല കുഞ്ഞാനെ, ആരോ പറയുന്നത് മാനന്തവാടിന്ന്. ഈ ഷാഫി അവിടെ അല്ല. ഈ ഷാഫി സുൽത്താൻ ബത്തേരിൽ നിന്ന് 10 കിലോമീറ്റർ പോലെ ചെതലെന്ന് പറഞ്ഞ ഒരു മഹലുണ്ട്, അവിടെ അല്ലോനാ. ഈ നാസർ എവിടുന്ന കല്യാണം കഴിച്ചേ? ചെതലത്തുനിന്ന്. നാസറിന്റെ മകനാടല്ലേ ചെതലത്ത്. എന്നാ ഈ ഷാഫി നാസറിന്റെ മകന്റെ ആരാ? ചെങ്ങായി. ഈ ഷാഫിക്ക് എന്താ പണി? സ്റ്റോണിന്റെ പണിയാ? കട്ട വിരിക്കുന്ന പണിയാ? അല്ല, ഓനെ ഒരു സ്വർണ്ണപ്പുരിയിലെ പണിക്കാരൻ. ഈ സ്റ്റോൺ വിരിക്കുന്ന ആരാ? കട്ടപ്പണിക്കാരനാരാ? നാസറിന്റെ മകന്. കുഞ്ഞാനും ഈ നാസറിന്റെ മകനും എങ്ങനെ ബന്ധം? ഇവര് ഭയങ്കര ബ്ലോഗർമാരാ. ഈ നാസറിന്റെ മകനും ഒരു ബ്ലോഗറാണ്, ഒരു ത്യാഗം ചെയ്തോനെ. അതൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞിട്ടുണ്ട് എല്ലാരും. അപ്പൊ എന്താ വെച്ചാല് ജനങ്ങളെ നിങ്ങൾ ഓമ്പിച്ചോളി, മാറി മറ്റേ ഓമ്പിക്കരുത്. കുഞ്ഞാനെ, ഇതൊരു സിനിമ നടനായിട്ടൊന്നല്ല എന്ന ആൾക്കാർ അംഗീകരിച്ചേ. ഇത് എനിക്ക് ഒരുപാട് ഫോളോവേഴ്സും സബ്സ്ക്രൈബറും ഒക്കെ ആയപ്പോഴും അന്ന് ജനങ്ങൾ കൂടെ നിർത്തി. എന്തിന്? ഇങ്ങനത്തെ ചെറ്റത്തരം ചെയ്യാൻ വേണ്ടിയിട്ട്. അതെന്റെ കുഞ്ഞാനെ, അനക്കും കിട്ടിയ ഒരു പങ്ക് കിട്ടിയില്ലെന്ന് ഒരിക്കലും പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കൂല. അനക്കും കിട്ടീന്. ഇതേ ഞാൻ ജനിച്ച നാട്ടിലുള്ള ആൾക്കാരത്. സുൽത്താൻ ബത്തേരിന്ന് 10 കിലോമീറ്റർ വരെ ചെതലത്ത്. അപ്പൊ ഇങ്ങേര് ഇതിൽ പറയുന്നത് സത്യമാണെങ്കിൽ നമ്മുടെ കുഞ്ഞൻ പാണ്ടിക്കാടും ഈ പറയുന്ന നാസർക്കയും ഈ പറയുന്ന കൊല്ലം ഷാഫി, വയനാടൻ ഷാഫി എല്ലാം കൂടി ചേർന്ന് നാട്ടുകാരെ പറ്റിച്ച്. അതായത് നാട്ടുകാരുടെ നിന്നും 1000 വെച്ച്, ഇതിപ്പോൾ പാവപ്പെട്ടവരാണെങ്കിലും പണക്കാരാണെങ്കിലും 1000 രൂപ എന്ന് പറയുന്നത് വലിയൊരു എമൗണ്ട് തന്നെയാണ്. ഓക്കെ, ഒരാളുടെ ഒരു അവസ്ഥ കണ്ട് ആകെ മനസ്സലിഞ്ഞ് കൊടുക്കുന്നവരും ഉണ്ടാവും.
എന്നിട്ടാണ് അവരെല്ലാവരും കൂടി ഇവർ പറ്റിച്ച് അവസാനം ഇവരെല്ലാവരും കൂടി ഒരു ടീമാണെന്ന് ഇങ്ങനെ അറിയാൻ വേണ്ടി തുടങ്ങി. ഇതെല്ലാം ആളുകൾ ഇങ്ങനെ ചർച്ച ചെയ്യാൻ വേണ്ടി തുടങ്ങിയപ്പോഴത്തേനും കുഞ്ഞിന് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള യാതൊരു നിർവാഹവും ഇല്ലാണ്ടായി. അങ്ങനെ കുഞ്ഞൻ ഇതിൽ നിന്ന് എങ്ങനെയും ഒന്ന് ഊരണമല്ലോ എന്ന് വിചാരിച്ചിട്ട് പല പല വീഡിയോസും പല പല ന്യായീകരണങ്ങളുമായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ അടിയിൽ പോയിട്ട് ഇങ്ങനെ തപ്പിയെടുത്തത് കൊണ്ടാണ് മെയിനായിട്ട് ആളുകൾ ഇതിനെ പറയുന്നത്. ഇതൊന്നും ചെയ്തില്ല, ഓക്കെ, കുഞ്ഞൻ തന്നെ വന്ന് നറുക്കെടുത്താലും പ്രശ്നമൊന്നുമില്ല. പക്ഷേ അത് മാന്യമായിട്ട് ഇങ്ങനെ ഇളക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിരുന്നെങ്കിൽ ആരും ഒന്നും പറയാൻ വരില്ലായിരുന്നു. പക്ഷേ കുഞ്ഞൻ ഇതിൻ്റെ അകത്ത് പൈസ മേടിച്ചിട്ടുണ്ടെന്നാൽ കുഞ്ഞൻ തന്നെ പറയുന്നുണ്ട്. ഈ കുഞ്ഞൻ്റെ ഈ ലേറ്റസ്റ്റ് ഒരു വീഡിയോ ഉണ്ട്, അതായത് ഇതിനെ ന്യായീകരിച്ചുകൊണ്ടും ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഉണ്ട്. അപ്പോൾ ആ വീഡിയോയിലും കുഞ്ഞൻ പറയുന്നുണ്ട്, ഞാൻ ഇതിൽ നിന്ന് പൈസ മേടിച്ചിട്ടുണ്ട്, കാരണം ഇത് പ്രൊമോഷനാണല്ലോ. അപ്പോൾ പൈസയും മേടിച്ചിട്ടുണ്ട്. 1000 സംതിങ് നറുക്ക് വിറ്റതിൽ 1000 രൂപ വെച്ച് ഒരു 80 ലക്ഷത്തോളം രൂപ കിട്ടിയിട്ടുണ്ട്. ഇവർ എന്ത് ചെയ്യും? ഈ പറയുന്ന പരിപാടി ഉഡായിപ്പാണെങ്കിൽ ഈ 80 ലക്ഷത്തിന് കുറച്ച് പൈസ കുഞ്ഞിന് കൊടുക്കും. ഒരു പ്രൊമോഷന് വേറെ പൈസ ഉണ്ട്. അല്ലാതെ ഇവർ തമ്മിൽ ഉഡായിപ്പ് പരിപാടി ഉണ്ടെങ്കിൽ ഈ പറയുന്ന പൈസ കിട്ടിയ പൈസയിൽ നിന്നും ഒരു എമൗണ്ട് കുഞ്ഞിന് കൊടുക്കാമെന്നായിരിക്കും ഇവർ കരാർ എഴുതിയിട്ടുണ്ടാവുക. അങ്ങനെ ഇപ്പം കുഞ്ഞിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇതിപ്പോൾ എന്ത് ചെയ്യും എന്നറിയാണ്ട് ഇങ്ങനെ ആകെ പെട്ടിരിക്കുന്ന കുഞ്ഞൻ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതായത് ഇവരുടെ ന്യായീകരണമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ നമുക്കൊന്ന് കണ്ടുപോകാം. ഒരാളെയും ഞാൻ പറ്റിച്ചിട്ടില്ല. ഒരാളെ മുതൽ അർഹതപ്പെടാത്ത മുതൽ ഞാനും മക്കളും തിന്നിട്ടില്ല. പിന്നെ ഞാൻ ചെയ്തൊരു തെറ്റെന്ന് പറഞ്ഞാൽ അതും അവിടുത്തെ നാട്ടുകാരും അവിടുത്തെ ആൾക്കാരും പറഞ്ഞതുകൊണ്ട് ഞാൻ ആ ടിക്കറ്റ് എടുത്തു, നറുക്കെടുത്തു. അത് മാത്രമേ ഞാൻ ചെയ്തിട്ട്. കാരണം ഞാൻ അതിന് തന്നെ പറയണേ, ഞാൻ വീഡിയോ ചെയ്യുന്ന ആളാണ്. ഇഞ്ചെ പേരിൽ പറഞ്ഞാൽ എപ്പോഴും വിവാദങ്ങളും കാര്യങ്ങളും എല്ലാം വരുന്നതാണ്. ഇഞ്ചെ കൊണ്ട് പറ്റൂല. അത് നിങ്ങൾ നമ്മളെ നാട്ടിലേക്ക് വന്നാണ്, ഇവിടുത്തെ ഗസ്റ്റാണ്. അപ്പം നിങ്ങളല്ലാതെ ഫസ്റ്റ് പ്രൈസ് വേറെ ആരാ എടുക്കേണ്ടതെന്ന് ചോദിച്ചിട്ട് നിങ്ങൾ തന്നെ എടുക്കണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ആ നറുക്കെടുത്തത്. പിന്നെ ഒരുപാട് ആൾക്കാർ പേഴ്സണലി മെസ്സേജ് ഇട്ടിട്ടുണ്ട്, അതേപോലെ കോൾ ചെയ്തിട്ടുണ്ട്. കുഞ്ഞാൻ എൻ്റെ വീഡിയോ കണ്ടാണ്ട് ഞങ്ങളൊക്കെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇതെന്താണ് കാരണം എന്നില്ല, ജന്നെ വെളിപ്പെടുത്തണം, ഫുള്ള് സത്യം പുറത്ത് വരണം. അപ്പം നിങ്ങളിലേറെ ആഗ്രഹം എനിക്കത്. ഇതൊക്കെ നമ്മളും സമ്മതിച്ച് എല്ലാവരും വീഡിയോ ചെയ്തിട്ടുണ്ട്. അവരത് പൈസ മേടിച്ചിട്ട് പരസ്യം ചെയ്തു, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇവർ വന്നിട്ട് ഈ നറുക്കെടുപ്പിൽ വന്നിട്ട് ഈ അടിയിൽ നിന്ന് ഇങ്ങനെ എടുക്കാനോ അല്ലെങ്കിൽ ഇത് നറുക്കെടുത്ത് മറ്റുള്ളവരുടെ മുമ്പിലേക്ക് തട്ടിപ്പാണെന്നുള്ള രീതിയിൽ കളിക്കാനോ അവർ നിന്നിട്ടില്ല. ഇതാകെ ചെയ്തത് കുഞ്ഞൻ മാത്രമാണ്. അതാണ് ആളുകളുടെ പ്രശ്നം. അതുകൊണ്ടാണ് കുഞ്ഞനോട് ഇങ്ങനെ ആളുകൾ ചോദിക്കുന്നത്, അവനെ ഇത് നിങ്ങൾ അടിച്ചു മാറ്റാനുള്ള പരിപാടിയാണോ, നിങ്ങൾ നാട്ടുകാരെ പറ്റിക്കുന്ന പരിപാടിയാണോ, ഈ നറുക്കെടുപ്പ് എന്ന് പറയുന്നത് തട്ടിപ്പാണോ എന്ന് ചോദിക്കുന്നത് നിങ്ങളാണ് നറുക്കെടുത്തത്. അതുകൊണ്ടാണ് ഇതിപ്പം ഈ വീഡിയോയിൽ ന്യായീകരണമാണ്, നിങ്ങൾ എന്നെ കള്ളനാക്കരുത്, ഇത് കേട്ടിട്ട് പറയാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് എന്താണ് ഇപ്പം നമുക്കറിയാനുള്ളത്? ഈ വീഡിയോയിൽ വേറെ പ്രത്യേകിച്ച് പറയുന്നൊന്നുമില്ല. നാസർഖാൻ്റെ വീട് കണ്ണൂരാണ്, അല്ലാണ്ട് ഭാര്യ വീട് ഈ പറയുന്ന ഫസ്റ്റ് പ്രൈസ് അടിച്ച ആളുടെ വീടിൻ്റെ അടുത്തൊന്നും അല്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അങ്ങനെ പറഞ്ഞുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ലാന്ന്. ഇതിപ്പോൾ ആർക്കും വേണം വന്നിരുന്ന് പറഞ്ഞൂടെ? ഇപ്പം ഞാൻ തന്നെ ഇതാ വെറുതെ വന്നിരുന്ന് ഇങ്ങനെ പറയുകയാണ് കുഞ്ഞൻ കള്ളനാണെന്ന്. സത്യമാണോ? നമുക്കിതാ നമ്മുടെ മുമ്പിൽ കാണുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ഇങ്ങനെ പറയുക, അത്ര മാത്രമേ ഉള്ളൂ. ഞാൻ ആകെ പറയുന്നത് ആ നറുക്കെടുത്ത രീതി അത് തെറ്റായിരുന്നു, അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ഇരിക്കുന്ന ആരെ കൊണ്ട് വേണമെങ്കിലും എടുപ്പിക്കായിരുന്നു. നിങ്ങൾ വെറുതെ പോയി ഇങ്ങനെ കുനിഞ്ഞിങ്ങനെ തപ്പിയെടുക്കേണ്ട യാതൊരു ആവശ്യമില്ലായിരുന്നു. ഇത് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അല്ലാതെ ഈ നാസർക്കയും നിങ്ങയും കൂടെ ചേർന്നിട്ട് പൈസ തട്ടിച്ചു എന്നോ അല്ലെങ്കിൽ പൈസയും കൊണ്ട് നിങ്ങൾ മുങ്ങിയെന്നോ ഇതൊന്നും നമ്മൾ പറയുന്നില്ല. നിങ്ങൾ നറുക്കെടുത്ത രീതി അത് തെറ്റായിരുന്നു, ഇത്രയും മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. ബാക്കിയൊക്കെ ഫ്രീ എടുത്തവർ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിൻറ്റ് എഴുതി കൊടുക്കുക. അതായത് ഇതേപോലെ ഒരു ഇല്ലീഗലായിട്ടൊരു പരിപാടി ഉണ്ടായിരുന്നു, 1000 റുപ്യേൻ്റെ കുറി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇവർ നറുക്കെടുത്ത രീതി കണ്ടപ്പോൾ എനിക്കെന്തോ ഡൗട്ട് തോന്നുന്നു, ഇത് തട്ടിപ്പാണെന്ന് തോന്നുന്നു എന്നും പറഞ്ഞിട്ട് നിങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കതിൻ്റെ സത്യാവസ്ഥ എങ്ങനെയാണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാവും. പിന്നെ നമ്മുടെ ഒരു വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പറയുന്ന ഷാഫി എന്ന് പറയുന്ന ആളും ഈ പറയുന്ന നാസർഖാൻ്റെ മോനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇത് മാത്രമാണ് നമ്മുടെ ഒരു ഡൗട്ട്. അല്ലാതെ ഈ പറയുന്ന കുഞ്ഞൻ പാണ്ടിക്കാട് എന്ന് പറയുന്ന ആളൊരു കള്ളനാണെന്നോ അല്ലെങ്കിൽ ഇയാൾ നാട്ടുകാരുടെ നിന്ന് പൈസ കുറേ മുക്കിയെന്നോ ഇതൊന്നും നമ്മൾ പറയുന്നില്ല. ഇങ്ങേര് നറുക്കെടുത്ത രീതി അത് തെറ്റാണ്, അങ്ങനെയല്ല നറുക്കെടുക്കേണ്ടത് എന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അല്ലാതെ കുഞ്ഞൻ ഇതിൻ്റെ അകത്ത് നിന്നും നാട്ടുകാരെ പറ്റിച്ച് മുങ്ങി എന്നുള്ളത് നമ്മൾ പറയുന്നില്ല. നിങ്ങളെന്ത് പറയുന്നു?